ഡിവിഷനെ വിഭജിക്കാനുള്ള ഗൂഢമായ നീക്കത്തിനെതിരായി കേരളത്തിലെ എംപിമാരുടെ യോഗം ഇന്നലെ ചേരുകയും അടുത്ത തിരുവോണ നാളിൽ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ ഒരു ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടുകൊണ്ട് ഞങ്ങൾക്കും വലിയ അതിശയമായിരിക്കുക. കാരണം റെയിൽവേ ബോർഡോ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയോ അറിയാതെയാണ് പാലക്കാട് ഡിവിഷനെ വിഭജിച്ച് മംഗലാപുരം മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ എംപിമാരുടെ പ്രതിഷേധം വന്നപ്പോഴാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിഞ്ഞതെന്ന് പറയുന്നു. ഇത് ശുദ്ധ അസംബന്ധമാണ്. കാരണം റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു തീരുമാനം ഒരു ട്രെയിനിന്റെ സ്റ്റോപ്പ് വേണമെങ്കിൽ പോലും റെയിൽവേ ബോർഡ് പലതവണ പരീക്ഷിച്ച് അവരെല്ലാം പരിശോധിച്ച് ആണ് തീരുമാനമെടുക്കുക. അപ്പോൾ ഒരു ട്രെയിനിന്റെ സ്റ്റോപ്പ് പോലും റെയിൽവേ ബോർഡിന്റെ അധികാര പരിധിയിലിരിക്കുന്നു. ഒരു മേജർ റെയിൽവേ ഡിവിഷൻ, അതും സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഡിവിഷൻ വിഭജിക്കാൻ തീരുമാനിച്ച കാര്യം കേന്ദ്രമന്ത്രി അറിയാത്തതുപോലെയാണ് പ്രതികരിച്ചത്. നമുക്കറിയാം, 2 വർഷം മുമ്പ് ഇതുപോലൊരു നീക്കം മംഗലാപുരത്തെ BJP എംപിയും അവിടെ നിന്നുള്ള ഒരു കേന്ദ്ര മന്ത്രി ഇത് പരസ്യമായി പ്രകടിപ്പിച്ചു. ഒരു റെയിൽവേയുടെ റിവ്യൂ മീറ്റിംഗിൽ ഏകദേശം തീരുമാനം ഉടനെ എടുക്കുമെന്നുള്ള രീതിയിലാണ് അവരന്ന് അവിടെ പറഞ്ഞത്. ആ വിഷയം പുറത്തറിഞ്ഞ ഉടനെ തന്നെ കേരളത്തിലെ എംപിമാരും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം ശക്തമായിട്ട് ഇടപെടുകയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അന്ന് പാർലമെന്റ് നടക്കുന്ന സമയമാണ്. ആ പാർലമെന്റിൽ പറഞ്ഞു അങ്ങനെ ഒരു പുതിയ ഡിവിഷൻ രൂപീകരിക്കാനുള്ള ഒരു പദ്ധതിയും ഒരാലോചനയും നടന്നിട്ടില്ല, പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന പ്രശ്നവുമില്ല എന്ന് അസന്നിഗ്ധമായി പാർലമെന്റിനെ അറിയിച്ചു. ഈ പാർലമെന്റ് ഇത്തവണ പാർലമെന്റ് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് പാർലമെന്റ് അംഗങ്ങൾ നിരന്തരമായി റെയിൽവേ മന്ത്രിയുമായി പല ആവശ്യങ്ങൾക്ക് സമീപിച്ചതാണ്. അപ്പോഴൊന്നും ഒരു സൂചന പോലും നൽകിയില്ല. പാർലമെന്റ് കഴിഞ്ഞ ഉടനെ അതിനിഗൂഢമായി സ്റ്റേറ്റ് ഗവൺമെന്റിനെ അറിയിക്കാതെ റെയിൽവേയുടെ ഉന്നത അധികാരികൾ ചേർന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു ഗവൺമെന്റ്, ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, ഇവിടെ നിന്നുള്ള ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ 29 പേരുണ്ട്. ആരുമായിട്ടും ആലോചിക്കാതെ ഒരു രാത്രി ഒടുന്നനെ ഇങ്ങനൊരു തീരുമാനം എടുക്കുക. എന്താ കാരണം? ഈ ഇന്ത്യ മുഴുവൻ റെയിൽവേ ഡിവിഷനുകൾ പുനർവിഭജിച്ചിട്ടുണ്ടോ? ഇല്ല. പുതിയതായിട്ട് ഏതെങ്കിലും ഒരു റെയിൽവേ ഡിവിഷൻ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. എന്തിന്റെ പേരിലാണ് മൈസൂർ ഡിവിഷനിലേക്ക് ഈ പാലക്കാട് ഡിവിഷന്റെ മേജർ പോർഷൻ അടർത്തി മാറ്റി കൊടുക്കാനിടയായത്? ഒറ്റ കാര്യമുള്ളൂ, കർണാടകയിലെ BJPയുടെ താൽപര്യം. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണേണ്ട ഒരു സാഹചര്യത്തിൽ കേരളത്തെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കില്ല എന്ന് മനസ്സിലാക്കി കർണാടകയിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവിടെ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയും അവിടെ നിന്നുള്ള എംപിയും ഇന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. വലിയ ആഘോഷമായിട്ടാണ് അവര് ഇത് പിടിച്ചെടുത്തു അല്ലെങ്കിൽ മുറിച്ചു വാങ്ങിച്ചു എന്നുള്ള മട്ടിലാണ് അവിടെ പ്രചരണം നടക്കുന്നത്. ഒരു കാരണവശാലും ഒരു ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമായ ഇന്ത്യൻ റെയിൽവേയെ വെട്ടിമുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല കഷ്ണങ്ങളാക്കിക്കൊണ്ട് അതിൽ മുതലെടുപ്പ് നടത്താൻ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ നയമായിട്ട് തുടർന്നാൽ അതിശക്തമായ പ്രതിഷേധം റെയിൽവേ അധികാരികൾ നേരിടേണ്ടി വരും. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നലെ UDFന്റെ എംപിമാരുടെ ഓൺലൈൻ യോഗം ചേർന്നത്. മുതിർന്ന എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തു. ഡോക്ടർ ശശി തരൂര്, ശ്രീ KC വേണുഗോപാൽ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ ET മുഹമ്മദ് ബഷീർ, ശ്രീ MK രാഘവൻ, ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഫ്രാൻസിസ് ജോർജ്, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള ഒരുപാട് എംപിമാര് ആ യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗത്തിന്റെ തീരുമാനമാണ് തിരുവോണ നാളിൽ അതിശക്തമായ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓണമാണ്. മലയാളികൾക്ക് ഇതിലും വലിയൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പാലക്കാട് റെയിൽവേ ഡിവിഷനല്ല, ഇത് കേരളത്തിന്റെ തന്നെ വികസനത്തെ ബാധിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും ഈ മംഗലാപുരം അടർത്തി മാറ്റിയാൽ ഒരു ട്രെയിനും പുറപ്പെടാത്ത, ഒരു ട്രെയിനും സർവീസ് നടത്താത്ത ഇന്ത്യയിലെ ഏക ഡിവിഷനായി പാലക്കാട് ഡിവിഷൻ ചുരുങ്ങാൻ പോവുകയാണ്. അതിഭീകരമായ ഒരു അവസ്ഥയാണ്. ഫണ്ടിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, യാത്രക്കാരുടെ സൌകര്യത്തിന്റെ കാര്യത്തിൽ, ജീവനക്കാരുടെ കാര്യത്തിലൊക്കെ ഇത് ഇരുട്ടടിയാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് തിരുവോണ നാളിൽ ഈ കേരള ജനതയുടെ പ്രതിഷേധം പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ കൂടുതൽ മലബാറിൽ നിന്നുള്ള
എംപിമാരുടെ ഒരു സത്യാഗ്രഹ സമരമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ നമ്മുടെ പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള മിക്കവാറും എല്ലാ എംപിമാരും ഉണ്ടാകും. മറ്റ് സ്ഥലത്തുള്ളവരും അവരുടെ അസൌകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിവിഷൻ ആസ്ഥാനത്ത് സത്യാഗ്രഹ സമരം നടത്താനാണ് തീരുമാനം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ശക്തമായിട്ടുള്ള വിയോജിപ്പ് കേരളത്തിന്റെ പ്രകടിപ്പിക്കുകയാണ്. ഇന്നലെ തന്നെ കേരള മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രാലയത്തെയും റെയിൽവേ മന്ത്രിയെയും ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കേരള സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട്. ജനപ്രതിനിധികളും കേരള സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പോരാടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ 70% വരുമാനമാണ് ഇല്ലാതാകുന്നത്. മംഗലാപുരത്തു നിന്നും 83-ലധികം ട്രെയിനുകൾ സർവീസ് നടത്തുകയാണ്. ആ സർവീസുകളൊക്കെ ഇനി മൈസൂരിന്റെ ഭാഗമാകും. ടിടിമാരും അതുപോലെ ലോക്കോ പൈലറ്റുമാരും റെയിൽവേ ജീവനക്കാരും 1000-ഓളം പേര് ഇനി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പുനർവിന്യസിക്കപ്പെടും. ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, യാത്രക്കാർക്ക് കിട്ടേണ്ട ഒരു ബോഗി കൂട്ടണമെങ്കിൽ ഇനി സൌത്ത് സോണിൽ തീരുമാനിക്കണം. പാലക്കാട് ഡിവിഷന് റോളില്ലാതാവും. ഇവിടെ വരുമാനം ഇല്ലാതായാൽ അടുത്ത വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റിൽ റെയിൽവേയുടെ ബഡ്ജറ്റിൽ ആനുപാതികമായിട്ടുള്ള വലിയ കുറവുണ്ടാവും. അപ്പോ ഒരു വരുമാനമില്ലാത്ത ഡിവിഷൻ എന്ന് പറഞ്ഞ് പാലക്കാടിന്റെ ഭാവിയിൽ പൂട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. ഇത് പിൻവലിക്കുന്നത് വരെ അതിശക്തം